രാവിലെ എഴുന്നേറ്റിട്ട് ഈ ഒരു കാഴ്ച കണ്ട പിന്നെ പറയാനുണ്ടാ എന്റെ സകല മൂടും എന്റെ മാവിന്റെ ഗുണം കൊണ്ടാണോ അതോ ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തകർന്നു പോയെങ്കിലും ഉണ്ടാക്കി വന്നപ്പോഴാണ് മനസ്സിലായത് അത് എന്റെ മാവിന്റെ ഗുണമായിരുന്നു എന്നുള്ളത്. രാവിലെ മാവ് പൊന്തിപ്പോയത് കണ്ടപ്പോൾ സങ്കടം വന്നെങ്കിലും അവസാനം ഈ ഒരു ദോശ കഴിച്ചപ്പോൾ എന്റെ എല്ലാ സങ്കടവും മാറി. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, സത്യമായിട്ടും നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തലേന്ന് വാങ്ങിച്ച ചിക്കന്റെ ലിവർ കുക്ക് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ ലിവറിനേക്കാൾ കൂടുതൽ ഇതാ ഈ ഒരു സാധനമായിരുന്നു. എന്റെ മനസ്സേ തകർന്നു. എന്ത് സാധനങ്ങളാലേ, ലിവർ ചോദിച്ചാൽ ലിവർ തന്നാ പോരെ. അപ്പോൾ ഈ ഒരു സങ്കടമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ടാ. വേറെ ഒന്നിനും അല്ലാട്ടാ, എന്റെ പുത്രിക്ക് ഒരു കമ്മൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ മൂപ്പരുടെ സ്റ്റാൻഡ് മാറി ഉമ്മച്ചി ഒന്ന് സെക്കൻഡ് സ്റ്റേറ്റ് കുത്തി തരുമോ എന്നുള്ളത്. പിന്നെ മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിപ്പിച്ചു കൊടുക്കാനല്ലേ നമ്മുടെ സിദ്ദീഖ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവളുടെ കൊച്ചു ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത ഒരു പ്രൗഢിയിൽ ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ നഗ്നമായ സത്യം മനസ്സിലാക്കിയത്. ഇനി ഇതിലും കൂടെ കമ്മൽ വേണ്ടേ? സെക്കൻഡ് സ്റ്റേഡിൽ കമ്മലിടാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കമ്മലെടുക്കാൻ പോയി ഞാൻ 2 കമ്മലെടുക്കേണ്ട അവസ്ഥയിലോട്ട് എത്തി. ഇനി അധിക സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി തേടെങ്ങാനും കുത്താൻ പറഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. എന്നിട്ട് ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നേരെ പോയത് നമ്മുടെ ചിക്കിങ്ങിലോട്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തപ്പോൾ കുറച്ചും കൂടെ സമാധാനമായി. എന്തല്ലേ.